ആണേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനൊരു ചട്നി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് കടലപ്പരിപ്പ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കാഷ്യൂനട്ട്, ഇത്രയും നമുക്ക് വെച്ചുകൊണ്ട് ഒരു ചട്നി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ആദ്യം ഉള്ളി ഇതുമെല്ലാം ഒന്ന് ജസ്റ്റ് ചൂടാക്കാം. അല്പം എണ്ണ ഒഴിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഉള്ളി വഴറ്റാം. കുറച്ച് നമുക്ക് മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം. നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. 2 പച്ചമുളക് ഫ്രൈ ചെയ്യുവാണ്. കുറച്ചുകൂടെ നന്നായി ഈ പരുവത്തിൽ മൂക്കിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം. ഇപ്പോൾ നമ്മൾ ഇത്രയും മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടുകടല ഇടാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൽ മതി, ഒരുപാട് മൂക്കൊന്നും വേണ്ട. ഇനി നമുക്ക് തേങ്ങയും കൂടെ ഇടാം. അരമുറി തേങ്ങ കാഷ്യൂനട്ട് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് നമുക്ക് തേങ്ങ ഏകദേശം മൂത്ത് നമുക്ക് ഈ പരുവത്തിൽ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചയ്ക്കാണ് തേങ്ങ അരയ്ക്കുന്നത്. മൂത്ത് കഴിഞ്ഞ് ഇത് ഇനി നമ്മൾ ആറിയിട്ട് അരയ്ക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാം. ദോശയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ നാളെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒരു ചട്നി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇത് മിക്സിയിലിടാം, അരയ്ക്കാനിടാം. തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ ചട്നി അരച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതല്ലേ എല്ലാം. അപ്പോൾ ഇനി നമ്മൾ ചൂടാക്കുകയും വേണ്ട, നമ്മൾ ഇതിനകത്തോട്ട് കടുക് വറുത്തിടുകയാണ്. നമുക്ക് കടുകിടാം. 2 വറ്റൽമുളക് ഇടാം. കടുക് കറിവേപ്പില ഇടാം. പൊട്ടിയില്ലല്ലോ. നമുക്ക് കടുക് വറുത്ത് ഇത്രയേ ഉള്ളൂ. നല്ല ഒരു ചട്നിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ചട്നിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് എല്ലാത്തിൻ്റെയും കൂടെ നല്ലതാണ്. ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.